നമസ്കാരം. കഴിഞ്ഞ 4 ദിവസമായി കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് നടക്കുകയാണ്. നമ്മളതൊക്കെ എൻ്റെ വാർത്തകളും പരസ്യങ്ങളും ഒക്കെ കണ്ടു കാണും. ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ സംഘാടകർ. ഇന്ന് അവസാനിക്കും. വാസ്തവത്തിൽ അതിലെ പരിപാടികളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ എടുത്ത് ആറ്റിലിടാൻ തോന്നും. എത്രയോ കാലമായി നമുക്കിവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. സാക്ഷാൽ ഐൻസ്റ്റീനെ കേരള സർവകലാശാലയുടെ VC ആക്കാൻ ശ്രമിച്ചു എന്ന വീമ്പ് നമ്മൾ ഇളക്കാറുണ്ടായി. പക്ഷേ കാലം മാറുന്നത് നമ്മുടെ ഒരു സർവകലാശാലയും ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കോളേജും അറിയുന്നില്ല. കാലം മാറുന്നത് അറിയണമെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും വേണം. അത് ജെയിൻ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അമൃത സർവകലാശാലയാണെങ്കിലും അമൃതയുടെ ഗവേഷണ പരിപാടികളിലൂടെ പോയാൽ നമ്മൾ ഞെട്ടിപ്പോവും. മാറുന്ന കാലത്തിനനുസരിച്ച് അവർ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതൽ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയിൽ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് ആരംഭിച്ചു. നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിദഗ്ധരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണക്കാർ, സമസ്ത മേഖലയിലുമുള്ളവർ ഒക്കെ പങ്കെടുക്കുന്ന അടിപൊളി പരിപാടി. കഴിഞ്ഞ തവണ ഇത് വലിയ വാർത്തയായി. കാരണം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഒരു പൊട്ടത്തരം പറഞ്ഞതുകൊണ്ട് അത്രയും വലിയ വാർത്ത ഇക്കുറി ആയില്ല. പക്ഷേ ഫ്യൂച്ചർ സമ്മിറ്റ് കേരളത്തിന് കൊടുക്കുന്ന പ്രതീക്ഷ ചില്ലറയല്ല. സകല രാഷ്ട്രീയക്കാരും, ഒട്ടുമിക്ക ബിസിനസ്സുകാരും, ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമക്കാരും, സാമൂഹ്യ പ്രവർത്തകരും, അക്കാഡമീഷ്യൻസും ഒക്കെ ഇവിടെ എത്തിപ്പോയി. 3-4 ദിവസമായി അത് ചർച്ചകൾ. ആ ചർച്ചകളിൽ രൂപം കൊള്ളുന്ന ഐഡിയകൾ അത് പിന്നീട് സിലബസിലേക്ക് മാറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ ഈവനിങ്ങിൽ അവിടെ അടിപൊളി സംഗീത പരിപാടികളൊക്കെ ഉണ്ട്. അതായത് എല്ലാം ചേർന്നൊരു പരിപാടി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ അടിപൊളി പരിപാടികളാണ്. കൂടാതെ ഡ്രോൺ പ്രദർശനം, ഏതാണ്ട് 500ഓളം പ്രദർശനങ്ങൾ, സ്പീഡിൻ്റെ പ്രദർശനം, ഓട്ടോ പ്രദർശനം, എന്തെല്ലാം തരത്തിൽ ആളുകളെ ആകർഷിക്കാമോ അത്തരത്തിലെല്ലാം ആകർഷിക്കുന്നൊരു പരിപാടിയാണ്. വലിയ പരിപാടിയാണ്. ഇന്നാണ് അവസാനിക്കുന്നത്. ഇനി ഇതുവരെ പോകാത്ത ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കുന്നത് നല്ലതാണ്. ഞാനിതിനെ 2-3 കാര്യങ്ങൾ കൊണ്ടാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ രീതി മാറണം. ഈ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ രീതി കൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മുടെ കുട്ടികളെ വരാൻ പോകുന്ന കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ശരിയാക്കിയെടുക്കണം. അത്തരത്തിലൊരു സംവിധാനം നമ്മുടെ സർവകലാശാലകൾക്കില്ല. അവർ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. അതേസമയം ജെയിൻ പോലെയുള്ള സർവകലാശാലകളിൽ പുതിയൊരാശയം കൊണ്ട് കൊടുത്താൽ അവരപ്പോൾ തന്നെ അത് സിലബസാക്കി പുതിയ കോഴ്സാക്കും. യാതൊരു ചടങ്ങുമില്ല. കുട്ടികൾക്ക് ഭാവി ഉണ്ടാവും. നിർമ്മിതി ബുദ്ധിയിൽ അധിഷ്ഠിതമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ മാറേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചുക്കാൻ പിടുത്തമാണ് അവർ ചെയ്യുന്നത്. പലരും എന്നോട് ചോദിക്കും, എന്താണ് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഇത്ര താല്പര്യമെന്ന്. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വകാര്യ സർവകലാശാലകളും സ്വകാര്യ വിദ്യാഭ്യാസ രീതികളും സർക്കാരിൻ്റെ നിയന്ത്രണത്തോടെ അഴിച്ചുവിടരുത്. അവർ കാശുണ്ടാക്കാൻ മാത്രം ശ്രമിക്കും. സർക്കാർ നിയന്ത്രണത്തോടെ വന്നാൽ മാത്രമേ വിദ്യാഭ്യാസം നന്നാവൂ. നമ്മുടെ പരമ്പരാഗത സർവകലാശാലകൾക്കും കോളേജുകൾക്കും അവർക്ക് ഈ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. കാലം ഒരുപാട് മാറിപ്പോയി. ഈ മാറിയ സാഹചര്യത്തിൽ ഈ പരിഷ്കാരം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ തള്ളപ്പെടും. വിദേശ രാജ്യങ്ങളൊക്കെ നിർമ്മിതി ബുദ്ധിയിൽ അധിഷ്ഠിതമായി അവരുടെ വിദ്യാഭ്യാസ രീതി മാറ്റി. നമ്മളിപ്പോഴും പഴയ ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മാറ്റത്തിന് കേരളത്തിൽ ആദ്യമായി തുടക്കമിടുന്ന പ്രസ്ഥാനം എന്ന നിലയിലാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റിയെ കാണുന്നതും അംഗീകരിക്കുന്നതും. 2, മറുനാടൻ എന്ന് പറയുന്ന ഈ പുതിയ ലോകത്തിൻ്റെ മാധ്യമ സ്ഥാപനമാണ്. 17 വർഷം മുമ്പ് ഒരു ഓൺലൈൻ പോർട്ടലായി തുടങ്ങി, പിന്നീട് ഓൺലൈൻ ചാനലായി മാറി. രണ്ടും ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. ഓൺലൈൻ പോർട്ടലുമുണ്ട്, ചാനലുമുണ്ട്. ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തായിരിക്കും മനുഷ്യരുടെ മാധ്യമം എന്ന് നമുക്കറിയില്ല. അതേക്കുറിച്ചുള്ള ഗവേഷണത്തിനും ആ മാറ്റത്തിനുമൊക്കെ മറുനാടൻ ആശ്രയിക്കുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റിയാണ്. കാരണം അവർക്ക് സാങ്കേതിക വിദ്യ ഒരുപാടുണ്ട്, മനുഷ്യ വിഭവശേഷിയുണ്ട്, ഗവേഷണ സംവിധാനമുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന കാലത്തിൻ്റെ മാധ്യമം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അവരെ പോലൊരു പങ്കാളി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ആർക്കും ഉപയോഗിക്കാം. ഏത് മാറ്റത്തിനും താല്പര്യമുള്ളവർക്ക് ജെയിൻ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട അവർ സഹായം ചെയ്ത് ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തിരുന്നുണ്ട്. അത് സാമ്പത്തിക സഹായമല്ല, നേരെ മറിച്ച് ഗവേഷണത്തിലും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിലും അവർ സഹായം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിമനോഹരമായ സംവാദങ്ങളും ചർച്ചകളുമാണ് അവിടെ നടക്കുന്നത്. അതിലെ ചില ദൃശ്യങ്ങളൊക്കെ ഞാൻ ഒടുവിൽ കാണിക്കാം. അതിൽ ഇന്നലെ രസകരമായൊരു സംഭവം ഉണ്ടായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു സെഷനിലുണ്ടായിരുന്നു. സതീശൻ ആവേശപൂർവ്വം ഒരു പ്രസംഗം നടത്തുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. സതീശൻ പറഞ്ഞു, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ യുവാക്കൾ നാട് വിട്ടു പോവാതിരിക്കാൻ, ജോലി തേടിയും വിദ്യാഭ്യാസത്തിനുമായി നാട് വിട്ടു പോവാതിരിക്കാൻ വേണ്ട ഒരു പ്രത്യേക വകുപ്പ് തന്നെ ഉണ്ടാക്കുമെന്നാണ് സതീശൻ പറഞ്ഞത്. ഇപ്പൊ ജനസംഖ്യയുടെ 60% യങ്സ്റ്റേഴ്സാണ്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിവിഡൻ്റാണ്. ഡെമോഗ്രാഫിക് നമ്മുടെ ജനസംഖ്യക്ക് കിട്ടിയ ഡിവിഡൻ്റാണ് നിങ്ങൾ. ആ ഡിവിഡൻറ്റിന് ഇവിടെ മുഴുവൻ ഇവിടുന്ന് പുറത്തേക്ക് പോയാലോ, ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായാലോ ഇവിടെ വോൾട്ടേജ് ഹോമായി മാറും 5 കൊല്ലം കഴിയുമ്പോൾ. അത് പറ്റില്ല നമുക്ക്. അവരെ നമുക്കിവിടെ വേണം. പക്ഷെ അവർക്കൊരു കോൺഫിഡൻസ് വേണം.
എൻ്റെ നാട്ടിൽ നിൽക്കാം, എൻ്റെ നാട്ടിൽ നിന്നാൽ നല്ല കോഴ്സ് ഇവിടെ ഉണ്ട് പഠിക്കാൻ, എനിക്കിവിടെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ജോലി കിട്ടും, ജോലി സാധ്യതകളുണ്ട് എന്നുള്ളൊരു ഉറപ്പ്, ആ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമുക്കത് പറ്റും. യങ്സ്റ്റേഴ്സിന് മുഴുവൻ പ്രതീക്ഷ നൽകുന്ന, അവർക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും മെക്കാനിസവും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വകുപ്പുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, നോ ഡൗട്ട്. സത്യം പറഞ്ഞാൽ സതീശനോട് പറയാനുള്ളത്, ദയവായി ഈ പാവപ്പെട്ട യുവാക്കളെ ഉപദ്രവിക്കരുത്, അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഇവിടെ സതീശൻ മുഖ്യമന്ത്രി ആയാലും ഇനി അതല്ല KC വേണുഗോപാൽ ആ കസേരയിൽ കയറിയിരുന്നാലും ഒരുപാട് മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അടിമുടി മാറ്റണമെങ്കിൽ അതിന് കൃത്യമായൊരു ദിശാബോധം വേണം. അങ്ങനെ ദിശാബോധത്തിലൂടെ ഈ നാട് മാറ്റപ്പെട്ടാൽ സ്വാഭാവികമായും ചെറുപ്പക്കാർ ഇവിടെ തുടർന്നോളും. എന്തുകൊണ്ടാണ് നാട് വിടുന്നത്? ഇവിടെ അവസരമില്ലാത്തതുകൊണ്ട്. അവസരമുണ്ടാക്കി കൊടുക്കുക, നല്ല വിദ്യാഭ്യാസത്തിന്, നല്ല തൊഴിലിന് അവസരമുണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അവരുടെ അങ്ങോട്ടുള്ള പോക്ക് തടയാൻ ശ്രമിച്ചാൽ അവർ നിങ്ങൾക്കെതിരാവത്തേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇവിടെ യുവാക്കൾ നാടുവിടുന്നത് തടയാൻ പ്രത്യേക വകുപ്പില്ലാത്തതല്ല പ്രശ്നം, ഉള്ള വകുപ്പുകൾ കൂടിപ്പോകുന്നതാണ് പ്രശ്നം. ഇവിടെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി എത്ര വകുപ്പുകളുണ്ട്? യുവജന കമ്മീഷനും യുവജന ബോർഡും അടക്കം ഒരുപാട്. ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി കുറഞ്ഞത് ഒരു 100 ഡിപ്പാർട്ട്മെന്റ് വേണം. ഇതൊക്കെ പിരിച്ചു വിട്ടിട്ട് ഇതിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞിട്ട് യഥാർത്ഥ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പ്രായോഗിക പരിഹാരം ഉണ്ടാവുക. അല്ലാതെ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാൽ പുതിയൊരു വെള്ളാന ഉണ്ടാവും. എത്രയോ വെള്ളാനകൾ ഈ നാട്ടിലുണ്ട്. രാഷ്ട്രീയക്കാർക്ക് കയറിയിരിക്കാൻ ഒരു ലാവണം എന്നതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? നിലവിലുള്ള സംവിധാനത്തെ വെട്ടിച്ചുരുക്കി അത് ശരിയാക്കിയെടുത്ത് ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ ഒരാൾ ഒരു സംരംഭം തുടങ്ങാൻ ഇറങ്ങിയാൽ അത് ഒരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാവില്ല എന്ന് വരുത്തി തീർത്ത് അവരെ സംരക്ഷിക്കുക. ഏതെങ്കിലും 2 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവുമായി വന്നാൽ അപ്പോൾ തന്നെ കൊടി നാട്ടുന്ന പരിപാടി നിർത്തുക, ലൈസൻസ് രാജ് അവസാനിപ്പിക്കുക. എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന സഹായവും ഇളവുകളും ചെയ്തു കൊടുക്കുക. കറണ്ട് കിട്ടുന്നതിലും വൈദ്യുതി കിട്ടുന്നതിലും കരമടയ്ക്കുന്നതിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ മനുഷ്യന്റെ ഓണ്ടർപ്രീനർ സ്കില്ലിനെ നിങ്ങൾ സഹായിച്ചാൽ മതി. ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ചാൽ, പുലിവാലുകൾ ഇല്ലാതാക്കിയാൽ, ചുവപ്പ് നാട കുറച്ചാൽ നടക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ. അത് ചെയ്യാതെ നിങ്ങൾ പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചാൽ അതൊരു പുതിയ വെള്ളാനയായി മാറും. ദയവായി സതീശൻ അത്തരം ചിന്തകളിലേക്ക് പോവരുത്. നമ്മുടെ നാട്ടിൽ വേണ്ടത് വെള്ളാനകളുടെ എണ്ണം കുറയ്ക്കുക, ചുവപ്പ് നാട കുറയ്ക്കുക, എന്നിട്ട് ആളുകൾക്ക് സ്വാതന്ത്ര്യത്തോടെ നിയമപരമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക, അതിനുവേണ്ടി പിന്തുണ കൊടുക്കുക എന്നതാണ്. ദയവായി ഒരു പുതിയ വെള്ളാനെ കൂടി സൃഷ്ടിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിലെ മനോഹരമായ ചില കാഴ്ചകൾ കൂടി കാണുക.